ഹായ് ഫ്രണ്ട്സ്, ഞാൻ പാത്തുമ്മക്കുട്ടി, റിട്ടയർഡ് ടീച്ചറാണ്. സ്കിൽഫുൾ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കുടുംബജീവിതം എങ്ങനെ വളരെ സുഖകരമായി സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ നന്നാക്കണോ എന്നുള്ളതാണ് ടൈറ്റിൽ. നമ്മളുടെയൊക്കെ പണി മറ്റുള്ളവരെ നന്നാക്കലാണ്. അച്ഛനമ്മമാർ മക്കളെ നന്നാക്കുന്നു, മക്കൾ അവരെ മക്കളെ നന്നാക്കുന്നു, ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെ നന്നാക്കുന്നു, സിസ്റ്റേഴ്സ് ബ്രദേഴ്സിനെ നന്നാക്കുന്നു. അങ്ങനെ ഓരോരുത്തരും മറ്റുള്ളവരെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരാൾക്കും മറ്റൊരാളെ നന്നാക്കാൻ സാധിക്കില്ല എന്ന്. പിന്നെ എന്തിനാണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭാര്യയെ നന്നാക്കുന്നത് എന്നതിനെക്കുറിച്ച് സംശയം വരും. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മളിൽ മാറ്റം വരുത്തുമ്പോഴാണ് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയിൽ മാറ്റം വരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനു വേണ്ട 5 പ്രധാന കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, തുല്യ പങ്കാളികളാണ് ഭാര്യയും ഭർത്താവും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും തുല്യത എന്നതല്ല ഉദ്ദേശിക്കുന്നത്. രണ്ടുപേർക്കും വ്യത്യസ്തങ്ങളായ ഗുണങ്ങളായിരിക്കും ഉണ്ടാവാം. എന്നാൽ പോലും എന്ത് കാര്യത്തിനും ഒരാള് മറ്റൊരാളേക്കാൾ വലുതോ മറ്റൊരാളേക്കാൾ ചെറുതോ അല്ല എന്ന് ഉള്ള ഒരു അറിവും മനസ്സിലാക്കലുമാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യം, മാനസികമായും വൈകാരികമായും പ്രായോഗികമായിട്ടും തൻ്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ്. അതായത് കെയറിങ് കൊടുക്കുക. ഏതൊരു ഭർത്താവിനും ഭാര്യയെ എങ്ങനെ കെയർ ചെയ്യാം എന്നറിയാമെങ്കിൽ അവരുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോകും. ഏതൊരു സ്ത്രീക്കും വേണ്ട കാര്യം കെയറിങ്. ആ കെയറിങ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കി അവർ പറയുന്നത് സശ്രദ്ധം കേട്ട് അതിന് മറുപടി കൊടുത്ത് ആ രൂപത്തിൽ ആണ് നിങ്ങളുടെ സംസാരമെങ്കിൽ നിങ്ങൾക്ക് കെയറിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു പങ്കാളിത്തം അവരെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ വീട്ടിലെ മക്കളുടെ ഒരു വിദ്യാഭ്യാസമോ കല്യാണം ഒക്കെ വരുമ്പോൾ നമ്മൾ അവരുമായി കൂടി ആലോചിച്ച് എങ്ങനെ വേണം, എന്ത് വേണം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും തൻ്റെ ഭർത്താവിനെ തന്നോട് കെയറിങ് ഉണ്ട്. പല ഭർത്താക്കന്മാർക്കും ഈ കെയറിങ് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ അടുത്തായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ പഠിക്കുകയാണ്. നാട്ടിലേക്ക് വരുമ്പോൾ അവളെ പിക്ക് ചെയ്യാൻ അവളുടെ ഭർത്താവാണ് വന്നത്. അവൾ ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ ഭർത്താവ് അവൾക്കൊരു മിഠായി കൊടുത്തു. ഇവൾ വളരെ സന്തോഷത്തോടു കൂടി കുറച്ച് ദിവസം കാണാതെ ഇരുന്ന് വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നതാണ് എന്നുള്ള ആ ഫീലിങ്ങോട് കൂടി അവൾ ഈ മിഠായി വായിലിടുമ്പോൾ അദ്ദേഹം പറയാണ്, കടയിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ ചില്ലറ ഇല്ലാഞ്ഞിട്ട് അയാൾ തന്ന മിഠായിയാണ്. അത് കേട്ടപ്പോൾ അവൾക്കുണ്ടായ ഫീലിംഗ് എന്താണ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഭർത്താവിന് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ പരിഗണന ഇല്ലാഞ്ഞിട്ടോ അല്ല, അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് അറിയില്ല. പലതും നമുക്ക് അറിയാതെ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഒരു ഭാര്യ ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അദ്ദേഹം ഒരു ഉരുള ചോറ് അവളുടെ വായിലേക്ക് വെച്ചെടുക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഫീലിംഗ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കെയറിംഗ് എന്ന് പറഞ്ഞത് നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഭാര്യമാരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യും, എത്ര ചെറുതാണെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കും. ഉദാഹരണമായിട്ട് നിങ്ങളെ
ഡ്രസ്സ് ഇസ്തിരി ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇടുമ്പോൾ അവരോട് പറയും ഈ ഇസ്തിരി ഇട്ട് തന്നതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് അത് എടുത്ത് പോകാൻ സാധിക്കും, താങ്ക് യു, അല്ലെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷം ഉണ്ടാവും. വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യമാണതെല്ലാം. അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒന്നിച്ചെടുക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ രാത്രിയൊക്കെ ഉറങ്ങാതിരിക്കുമ്പോൾ കുറച്ച് നേരം ഇനി നീ ഉറങ്ങിക്കോ, ബാക്കി സമയം ഞാൻ നോക്കാമെന്ന് പറയുക എന്ന് പറയുന്നത് കെയറിങ്ങിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. അതേപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ആശയവിനിമയം. ഒന്നിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറയലും വിഷമങ്ങളുണ്ടാവുകയൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അത് ദിവസങ്ങളോളം മനസ്സിൽ വെച്ച് ഇരിക്കുന്നതാണ് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പ്രശ്നം കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ ഈ കാര്യം തുറന്നു പറയാം. നീ അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് ഇന്നതാണ് എന്ന് തുറന്നു പറയുകയാണെങ്കിൽ അത് നമ്മൾ വെന്റിലേഷൻ എന്നാണ് പറയുക സൈക്കോളജിയിൽ. അതായത് നമ്മൾ വീട്ടിൽ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ജനലും വാതിലൊക്കെ തുറന്നിടുമ്പോൾ ശുദ്ധമായ വായു നമ്മുടെ റൂമിലേക്ക് വരുന്നു, അശുദ്ധമായ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ വായു പുറത്തേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം പുറത്തേക്ക് പോവുകയും ശുദ്ധം, അതായത് ഇവർ തമ്മിലുള്ള സംസാരത്തിൽ സന്തോഷം മനസ്സിൽ നിറയുകയും ചെയ്യും. മൂന്നാമതായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത് വിനിമയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കുക എന്നാണ്. 4ാമത്തെ കാര്യം മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. സാധാരണ പറയാറുണ്ട് മെൻസ് ആർ ഫ്രം മാർസ് ആൻഡ് വിമൻസ് ആർ ഫ്രം വീനസ്. അതായത് ആണുങ്ങൾ ചൊവ്വാഗ്രഹത്തിൽ നിന്നും പെണ്ണുങ്ങൾ ശുക്രനിൽ നിന്നുമാണ് വരുന്നത്. അതായത് നമ്മൾ 2 വ്യത്യസ്ത ഗ്രഹത്തിൽ നിന്ന് വരുന്നവരാണ്. രണ്ടുപേർക്കും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ പറയുന്നതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും തുടർച്ചയായിട്ടുള്ള ഒബ്സർവേഷനിലൂടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകും. പിന്നെ അടുത്തതായിട്ടുള്ളത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടീം വർക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കളിയിൽ, ഒരു ഫുട്ബോൾ കളിയിൽ ഒരു ടീമിലെ അംഗങ്ങൾ തമ്മിൽ എങ്ങനെയാണോ അതേപോലെ, അതായത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളിലും താഴ്ചകളിലും പരസ്പരം കൈത്താങ്ങായിട്ട് രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ നല്ലൊരു ഭാര്യയായിട്ട് മാറ്റാൻ സാധിക്കും. തിരിച്ചും അങ്ങനെ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നിങ്ങൾക്കുണ്ടായ മാറ്റം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.